ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ആൻഡ് റോക്കിങ്സ്. അങ്ങനെ നമ്മൾ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരും കേട്ടോ. പഴയതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, നമ്മളെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ. മാങ്കുളം ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ മസ്റ്റായിട്ട് പോകേണ്ട ഒരു അടിപൊളി സ്ഥലമുണ്ട്, മേട്. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കറക്റ്റ് റൂട്ട് എന്താണെന്ന് വെച്ചാൽ മൂന്നാർ റൂട്ടിൽ നിന്ന് അടിമാലിയിൽ നിന്ന് 17 കിലോമീറ്റർ കഴിഞ്ഞിട്ട് കല്ലാർ ജംഗ്ഷൻ, അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് 3 കിലോമീറ്റർ കഴിഞ്ഞ്, അതായത് മാങ്കുളം ആനക്കുളം റൂട്ട്, കുരിശുമല ജംഗ്ഷനിൽ നിന്നും വീണ്ടും ലെഫ്റ്റ് തിരിഞ്ഞ് ഓഫ് റോഡ് റൂട്ടാണ് മേട്. നല്ല അടിപൊളി വൈബാണ് അവിടെ. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്. മേട് കുട്ടികൾക്കും നമ്മളെപ്പോലെ വലിയ ആൾക്കാർക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ മലയുടെ താഴ്ഭാഗം വരെ മാത്രമാണ് നമുക്ക് വാഹന സൗകര്യമൊക്കെ ഉള്ളത്. അതിനുശേഷം നമ്മൾ ഇതിന് മുകളിലേക്ക് നടന്നിട്ടാണ് പോകേണ്ടത്. ഇതിന് മുകളിലുള്ള സീനറികൾ ഒരു അടിപൊളിയായിട്ടുള്ളതാണ്. ഫോട്ടോസൊക്കെ കിഡുവാണ്. നട്ടുച്ചയ്ക്കാണ് നമ്മൾ ഈ മല കയറണത്. പക്ഷേ അതിൻ്റെതായ ചൂടോ നമുക്ക് ഒരു ക്ഷീണോ ഒന്നും നമുക്ക് തോന്നിയില്ല കേട്ടോ. കാരണം തണുപ്പ് കലർന്ന ഒരു കാറ്റാണ് ഇവിടെ. ഒരു 3 മണി 4 മണിയോടുകൂടി കോടമഞ്ഞിൻ്റെ വരവാണ്. നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാനും ഒരു ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് എൻ്റർടൈനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറയില്ലേ, അതേപോലെ സൂപ്പറാണ് ഇവിടെ. നമുക്ക് ഈ മലയുടെ മുകളിൽ ഏറ്റവും ടോപ്പിലാണ് കയറി നിൽക്കുക. അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുക. ഇതിന് മുകളിൽ നിന്നിട്ടുള്ള വ്യൂസൊക്കെ ഒരു അടിപൊളിയാട്ടോ. പറയാനായിട്ട് വാക്കുകളില്ല. കാരണം ഈ ഓരോ വീടുകളൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ ചെറിയ ഒരു ഇതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റണത് ഇതിൻ്റെ മുകളിൽ നിന്ന്. പിന്നെന്താ, അവിടെ നിറയെ പുല്ലും പാറകളും മരങ്ങളും കിളികളും എല്ലാം ഉണ്ട്. നമുക്ക് നന്നായിട്ട് കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളാണ് ഇവിടെ. നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ മറന്നു പോണ പോലെയാ. ഈ മലയുടെ മുകളിലോട്ട് ചെല്ലുന്തോറും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണെന്നുള്ളതിന് 100% ഷുവറാണ്. കാരണം കുട്ടികൾ വരെ ഓടിക്കയറുക. നമ്മൾ വലിയ ആളുകൾക്ക് കയറ്റം ഒരു ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും കുട്ടികളൊക്കെ നല്ല സ്പീഡിലാണ് കയറി പോണത്. നമ്മുടെ കുട്ടികൾ തന്നെ കയറി പോണതൊക്കെ അടിപൊളിയായിട്ടാണ് പോണത്. ഒരു മടുപ്പ് തോന്നിക്കാത്ത ഒരു സ്ഥലം എന്ന് പറയില്ലേ, അതേപോലെയാണ് ഇവിടുത്തെ ഓരോ മലകളായാലും ഈ പാറക്കൂട്ടങ്ങൾക്കും ഇവിടെയൊക്കെ വന്ന് എല്ലാവരും ഇരുന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ലതാണ്. ഇവിടെ നിന്ന് നമുക്ക് കുട്ടീസിനൊക്കെ മുകളിൽ വന്നിട്ട് ഫുഡൊക്കെ കൊടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ഔട്ട്ഡോർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, അതേപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ല നല്ല ഫോട്ടോസ് എടുക്കാം. കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം റിലാക്സ് ആയതിനു ശേഷമാണ് ഞങ്ങൾ താഴേക്ക് പോയത്. കാരണം അവിടെ നിന്ന് നമുക്ക് കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേറെ സ്ഥലങ്ങളൊക്കെ കാണാനുള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങി. അടിപൊളി സ്ഥലമാണ്. വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നവർ നമ്മുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത് റിസ്ക് ഇല്ലാണ്ട് വേണം ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആളുകൾ പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും പരമാവധി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇത്രയ്ക്കും ഭംഗിയായിട്ട് മനോഹരിയായിട്ടുള്ള ഈ പ്രകൃതിയെ നമ്മൾ കാരണം അത് മലിനമാക്കപ്പെടരുതെന്നുള്ളൊരു തോന്നൽ നമുക്ക് വേണം. കാരണം അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. പിന്നെ ഇതുപോലെ നമുക്ക് വെറൈറ്റി വീഡിയോസും ഫോട്ടോസും വെറൈറ്റി സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. നിങ്ങൾക്ക് ഒരു നല്ല അടിപൊളി ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തായാലും ഒരുക്കിയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അപ്പോൾ എല്ലാവരും വെക്കേഷന് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഒന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. കുട്ടികളുടെ സന്തോഷമല്ലേ നമുക്ക് നല്ല വലുത്. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് സമയമെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യുക.